Good morning. Sorry, good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay. Nara prayer. Okay, doctor. എങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും നന്മയാം നീ കടന്നിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു മാം. Thank you. Sign ആരാ പറയുന്നത്? ഞാനാ മിസ് പറയട്ടെ. Do good for others, it will come back in unexpected ways. മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, അത് അപ്രതീക്ഷിതമായി തിരിച്ചു വരും. സൈൻ ബൈ അൻസിഫ. Okay. Last ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ പഠനം നടത്തിയത്? Consequence of air pollution. Okay. Air pollution വരെ പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഇപ്പൊ ഈ ഇമേജിൽ കാണുന്നത് ലാൻഡ് പൊല്യൂഷൻ ആണ്. നമ്മുടെ മനോഹരമായിട്ടുള്ള പ്രകൃതിയില് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന റിട്ടേൺ അല്ലെങ്കിൽ നമ്മളുടെ ഭൂമിനോട് നമ്മൾ ചെയ്യുന്ന ഒരു എന്താ പറയാ ദ്രോഹം എന്നൊക്കെ തന്നെ പറയാം. ഇതൊക്കെ എന്താണ് ലാൻഡ് പൊല്യൂഷൻ ഉള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ കാണുന്ന ഇമേജിൽ. കൂടുതലായിട്ട് നമ്മൾ ഈ ഇമേജിൽ എന്താ കാണുന്നത്? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കൂമ്പാരം കൂടി. പ്ലാസ്റ്റിക്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ലാൻഡ് പൊല്യൂഷൻ ഏറ്റവും ഇത് പറയുന്നത് നല്ലൊരു റോഡാണ്. ഇതിൽ കൂടെ ഒക്കെ ട്രാവൽ ചെയ്യാനായിട്ട് നമ്മളെ പോലത്തെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ആ റോഡിന്റെ സൈഡിൽ നോക്കി ഈ ട്രാവൽ ചെയ്ത് പോകുന്ന ആൾക്കാരല്ലേ ഈ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടത് എവിടെ ഉള്ളത്? വേറൊരു പ്രദേശത്തും എന്തില്ല, അവിടെ വീടുകളോ ഒന്നും കാണുന്നില്ല. അപ്പൊ ഇതെല്ലാം കാരണം ആരാണ്? നമ്മൾ തന്നെ. ഓരോരുത്തരാണ്. എത്ര മനോഹരമായിട്ടുള്ള പുഴയാണ്. ആഗ്രയിലല്ലേ? അതല്ലോ ആഗ്രയുടെ അടുത്തേക്ക് കൂടി പോണ പുഴയാണ്. ഓക്കെ, ഇതെല്ലാം എന്തിന് കാരണമാവുന്നുണ്ട്? ലാൻഡ് പൊല്യൂഷന് കാരണമാവുന്നുണ്ട്. നമ്മൾ വിചാരിക്കും പ്ലാസ്റ്റിക്, ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഒക്കെ ഒരു പരിധി വരെ ഒരു ലിമിറ്റിൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ റീയൂസ് ചെയ്യുന്ന ടൈപ്പ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് എന്റെ അഭിപ്രായം. എന്ന് വെച്ചാല് ഒരുപാട് എന്ത് ചെയ്യാത്ത വീണ്ടും വീണ്ടും യൂസ് ചെയ്യാത്ത പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുക. റീയൂസ് ചെയ്യാൻ പറ്റാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ മറ്റ് പ്ലാസ്റ്റിക്കുകൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നമ്മുടെ ഭൂമി എങ്ങനെയായിരിക്കും പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. എന്താ പ്രശ്നം സംഭവിക്കണേന്ന് അറിയാവോ? ഈ ഭൂരിഭാഗം പ്ലാസ്റ്റിക് നമുക്ക് കത്തിച്ച് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റില്ല.
നമ്മൾ എന്ത് ചെയ്യും? ഭൂമിയിൽ കുഴി എടുത്തങ്ങോട്ട് മൂടും. അങ്ങനെ ചെയ്യാറില്ലേ? അങ്ങനെ ചെയ്യുമ്പോ എന്താ സംഭവിക്കണെന്ന് വെച്ചാല് ഭൂമിയുടെ ഇപ്പൊ മഴയൊക്കെ പെയ്യുമ്പോ മഴവെള്ളം താഴില്ല വെച്ചാല് മണ്ണിന്റെ അടിയിലേക്ക് പോവില്ല. അവിടെ പ്ലാസ്റ്റിക് അല്ലേ, അത് തനിയെ അത് ഒഴുകി എങ്ങനെയെങ്കിലും പോവും, പുഴയിലേക്ക് പോകും. അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ എമൗണ്ടിൽ കുറവ് വരും. ഓക്കെ, അങ്ങനെ പ്രശ്നം വരാണ്. ഇനി പ്ലാസ്റ്റിക് മണ്ണിൽ പോയത് കേടാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നാള് ഈ പ്ലാസ്റ്റിക് എന്ത് ചെയ്യാതെ, ദ്രവിക്കാതെ അല്ലെങ്കിൽ നശിച്ചു പോകാതെ മണ്ണിൽ ഇങ്ങനെ തന്നെ കിടക്കും, ഇല്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു പരിപാടിയാണ് ട്ടോ. ഒരു ചെടി കിട്ടി, ഒരു നല്ല ചെടിയാണ്. നടാന്ന് വിചാരിച്ച് വീടിന്റെ പരിസരത്തൊരു പ്ലേസ് ഒക്കെ കണ്ടുപിടിച്ചു. ഞാൻ അവിടെ കുഴിയെടുത്ത്, ചെറുതായിട്ടൊന്ന് കുഴിയെടുത്തോളൂ. കുറച്ച് ലെയർ മാറ്റി കഴിഞ്ഞപ്പോ ബ്ലാക്ക് കളറിലെ കവറാണ് കിട്ടിയത്. മുമ്പ് നമ്മൾ പണ്ട് ഈ വൈറ്റ് കളറിലെ പ്ലാസ്റ്റിക് കവറിൽ പകരം യൂസ് ചെയ്തിരുന്ന ബ്ലാക്ക് കവർ ഇല്ലേ, ആ കവർ കിട്ടി. ഞാൻ ആലോചിച്ച്, ദൈവമേ, ഇതും മണ്ണിന്റെ അടിയിൽ പെട്ടിരിക്കുകയാണല്ലേ എന്ന്. ഇപ്പൊ എന്താണ്, മണ്ണിന്റെ അടിയിലേക്ക് പ്ലാസ്റ്റിക് ഇറങ്ങി ചെന്നാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വെള്ളം ഇറങ്ങില്ല. അതേപോലെ എന്താണ്, പ്ലാസ്റ്റിക് ശരിക്കും പറഞ്ഞാൽ പൊല്യൂട്ടറാണ്. പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാണ് ലാൻഡിന്. അവിടെ ഒന്നും ഒരു ചെടിയും പിടിച്ചിട്ടില്ല. ചെടിയൊന്നും ഇല്ലാത്ത സ്ഥലം നോക്കി ഞാൻ പോയി കുഴിച്ചേണ്ടാ എനിക്ക് പറ്റിയ അബദ്ധം. കാരണം അവിടെ ചെടിയൊന്നും പിടിക്കാത്ത എന്തുകൊണ്ടാ, ചെടി ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ കവർ ഇങ്ങനെ കിടക്കണോണ്ടായിരുന്നു. പിന്നെ മനസ്സിലായത്, കുഴിയൊക്കെ എടുത്തതിന് ശേഷമാണ് മനസ്സിലായത്. ഈ ലാൻഡ് പൊല്യൂഷൻ വരാൻ കാരണം പ്ലാസ്റ്റിക്കിന്റെ ഈ കൂടുതലായിട്ടുള്ള യൂസ് വരാനുള്ള കാരണം മെയിൻ ആയിട്ട് എന്താണ്, നമ്മുടെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുക. ഇന്ത്യയാണ് ഇപ്പൊ നമ്പർ 1 പോപ്പുലേഷൻ എന്നൊക്കെ പറയാം. പോപ്പുലേഷൻ കൂടാണ്, ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഓരോരുത്തരും യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിന്റെ എമൗണ്ട് കൂടാണ്. നമ്മൾ പറയും ഇന്നിപ്പോ കേരളത്തില് എന്താണ്, പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാനായിട്ട്, വീട്ടിൽ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾ കളക്ട് ചെയ്യാനായിട്ട് ഒരു കർമ്മസേന ഉണ്ട്. ഏതാണ്? ഹരിത കർമ്മസേന ഉണ്ട്. അവരപ്പോ അത് കളക്ട് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡെയിലി. അതേപോലെ പിന്നെ എന്താണ്, ലാൻഡ് പൊല്യൂഷൻ പിന്നുള്ള കാരണം എന്താണ്? ഡിഫോറസ്റ്റേഷൻ ആണ്. മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യാണ്, മരങ്ങള് വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട് നിങ്ങൾ പറയും, അയ്യോ മിസ്സേ, ഞാൻ മരം ഒന്നും വെട്ടി നശിപ്പിച്ചിട്ടൊന്നുമില്ലാണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ വീട് പണിയാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന എത്ര മരങ്ങളാണ് നമ്മൾ വെട്ടിക്കളഞ്ഞത്. പക്ഷെ നമ്മൾ വീടൊക്കെ വെച്ച് പാർത്തിട്ടും അവിടെ ഒരു മരം പോലും വെച്ച് പിടിപ്പിക്കാനായിട്ട് നമ്മൾ നോക്കിയാ ഇല്ലാല്ലേ? അപ്പൊ എന്താണ്, അവിടെ ഡിഫോറസ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, മരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ മരങ്ങളെ വെട്ടി നശിപ്പിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ആ മരം അല്ലേ പോട്ടെ, അപ്പുറത്തൊക്കെ മരങ്ങൾ ഉണ്ടല്ലോ എന്ന്. ഈ മരത്തിന്റെ വേര് നമ്മളുടെ ഭൂമിനെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാണ്. ഈ വലിയ മഴയിന്നും ഈ കുത്തൊലിച്ച് വരുന്ന വെള്ളത്തിനും ഒക്കെ പിടിച്ചു നിർത്തുന്നത് ഏതാണ്? മരങ്ങൾ തന്നെയാണ്. അപ്പൊ മരങ്ങള് വെട്ടി നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതേപോലത്തെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ തണല്, അത് വളരെ വലിയൊരു കാര്യമാണ് അല്ലെ? തണല് കിട്ടുക, മരത്തിന്ന്. അതേപോലെ ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടും. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു അമ്പലമുണ്ട്, പാലിയം ശിവക്ഷേത്രം എന്നാണ് പറയുന്നത്. പാലിയത്ത് ശിവന്റെ ഒരു അമ്പലമാണ്. അപ്പൊ ആ അമ്പലത്തിന്റെ ആൽത്തറ എന്ന് പറയുന്നത് അത്യാവശ്യം റൗണ്ടില് ഭയങ്കര വലുതാണ്. ആ ആലിന്റെ താഴെ പോയി ഇരിക്കാനായിട്ട് ഭയങ്കര രസമാണ്. അത് ഏത് സമയത്ത് പോയാലും നമുക്കൊരു കാമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ കാമായിരിക്കും, നമ്മുടെ മൈൻഡ് ഭയങ്കര കൂളായിരിക്കും. ഭയങ്കര കൂളെന്ന് വെച്ചാൽ ഭയങ്കര കൂളായിരിക്കും. അപ്പൊ ഈ വയസ്സായ വലിയച്ഛന്മാരൊക്കെ ഈ ആലിന്റെ ചുറ്റും പോയി ഇടയ്ക്കിരിക്കും. അവർക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഹാപ്പിനെസ് ആണ്, ഭയങ്കര സന്തോഷത്തോടെ കളിച്ചിട്ടൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കഴിയുമ്പോ ഭയങ്കര ഹാപ്പിനെസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മരം അല്ലെങ്കിൽ ഒരു പ്ലേസ് ആണ് ആ തണലിൽ പോയിരിക്കാന്ന് വെച്ചാൽ. ഫ്രഷ് ആയിട്ട് ഒരുപാട് ഓക്സിജൻ നമ്മൾക്ക് കിട്ടാണ് ആൽമരത്തിന്റെ തണലിൽ നിന്ന്. നല്ല രസമാണ് അവിടെ. അപ്പൊ ഡീഫോറസ്റ്റേഷൻ ഒക്കെ കുറയ്ക്കാം, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാം. ഇനി നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. കൃഷിയുടെ ആവശ്യം ആയിട്ടാണ് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഉള്ള മണ്ണ് എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യിക്കാം.
അപ്പൊ അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ മണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൽ എന്തിന്റെ അളവാണ് കുറവെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്ത് ഘടകത്തിന്റെ അളവാണ് കുറവ് എന്ന് മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മള് ഇപ്പൊ പൊട്ടാസ്യം ആണെന്ന് വിചാരിക്കും, സോഡിയത്തിന്റെ അളവാണ് കുറവെങ്കിൽ ആ ഒരു മെറ്റീരിയൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഇംപ്രോപ്പർ ആയിട്ട് നമ്മൾ കെമിക്കൽസും ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒന്നും അധികം യൂസ് ചെയ്യണ്ട. അത് മണ്ണിന്റേതായ ഒരു ഫലപുഷ്ടി ഉണ്ട്, അത് നഷ്ടപ്പെടുത്താനായിട്ട് കാരണമാകും. ഓക്കെ, നോക്കാം കേട്ടോ. നോക്കാം. ലാൻഡ് പൊല്യൂഷൻ ഈസ് ബോത്ത് എ നാച്ചുറൽ ആൻഡ് സോഷ്യൽ ഹസാർഡ്. ലാൻഡ് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഹസാർഡാണ്. നമ്മുടെ പ്രകൃതിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്കും അതൊരു എന്താണ്, ഹസാർഡാണ്, തടസ്സമാണ്. Land has treated from ancient time as a mother or even goddess. നമ്മള് ലാൻഡിലെ വീണ ക്യാമറ ഓണാണോടാ? ഓക്കെ, നമ്മള് നമ്മളുടെ ഒരു അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. മുമ്പത്തെ ആൾക്കാരൊക്കെ കൃഷിയൊക്കെ ചെയ്തിരുന്നവരാണ്. അപ്പൊ അവര് കൃഷി സ്ഥലത്തേക്ക് പാടത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മണ്ണിനെ തൊട്ട് നൽകിയിൽ വെക്കണം കണ്ടിട്ടുണ്ടോ? ചെരുപ്പിട്ട് നടക്കൂല അവര്. എന്താണ് പറയുന്നത്? അവരുടെ അന്നാണ്, അവരുടെ ലക്ഷ്മിയാണ് ഈ പറഞ്ഞ മണ്ണ്. അപ്പോ ഈ മണ്ണിൽ ഞങ്ങൾ എങ്ങനെയാണ് ചെരുപ്പ് ഇട്ട് നടക്കാറ്? പഴയ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ. എന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒക്കെ, നമ്മുടെയൊക്കെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ആ ഒരു ഏജിലുള്ള ആൾക്കാർ പറയും നമ്മുടെ മണ്ണെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെയൊക്കെ ദൈവത്തിന് തുല്യമായിട്ടാണ് അന്ന് ആൾക്കാരെ ട്രീറ്റ് ചെയ്തിരുന്നത്. ഭൂമി പൂജ ചെയ്യും, നമ്മൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഭൂമി പൂജ. എന്നാലും പണ്ടത്തെ ആൾക്കാർ കുറച്ചും കൂടി അതിനെ കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഭൂമിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ്, ഒരു വീട് പണിയുന്നതിന് മുമ്പ് നമ്മള് എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇല്ല മിസ്സേ. ഇല്ലയോ മാം? ഓക്കെ, കുഴപ്പമില്ല, എനിക്ക് തോന്നിട്ടായിരിക്കും. ഓക്കെ, നമ്മള് ഭൂമിയിൽ എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഭൂമി പൂജ ചെയ്യും. അതെന്തിനാണ്? ഭൂമിയോട് പെർമിഷൻ ചോദിക്കുകയാണ്. ഞാനിവിടെ ഒരു ചെറിയൊരു ഭവനം അല്ലെങ്കിൽ ഒരു വീട് പണിയുന്നുണ്ട്, എന്നുവെച്ചാൽ ഭൂമിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വീട് എന്ത് ചെയ്യുന്നത്, പണിയുന്നതെന്നുള്ള ഒരു സമ്മതം ഭൂമിയിൽ നിന്ന് വാങ്ങിക്കണം. ഭൂമിയിൽ നമുക്കൊരു അവകാശവും ഇല്ല. ഭൂമിയുടെ അവകാശം ആര് മാത്രമാണ്? ഭൂമി മാത്രമാണ്. അപ്പൊ ആ ഒരു അവകാശം വാങ്ങിച്ചിട്ടൊക്കെയാണ് നമ്മൾ പണ്ടത്തെ ആൾക്കാർ വീടൊക്കെ കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഭൂമിനെ അത്രയും അല്ലെങ്കിൽ നമ്മുടെ മണ്ണിനെ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. പക്ഷെ ഇന്ന് ചില കുട്ടികൾ, ചില ഫാമിലിയിലെ ആൾക്കാരും നമ്മളിപ്പോ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേറ്റ് കാല് നിലത്ത് കുത്തുന്നതിന് മുമ്പ് ആ ഭൂമിനെ ഒന്ന് തൊട്ട് നിറയിൽ വെച്ചിട്ടാണ് ചില കുട്ടികൾ, ചില കൾച്ചറിലുള്ള കുട്ടികൾ വളർന്നു വരുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ചില ഫാമിലീസിൽ മാത്രം. ഇറ്റ് ഗീവ്സ് ഫുഡ് ആസ് വെൽ ആസ് ഷെൽട്ടർ ആൻഡ് ഓൾ അതർ കംഫേർട്സ്. നമുക്ക് മണ്ണാണ് നമുക്ക് ഫുഡ് തരുന്നത്, നമുക്ക് ഷെൽട്ടർ തരുന്നത് നമ്മുടെ ഭൂമിയാണ്. നമുക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പ്രകൃതി എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഭൂമി തരുന്നത് അല്ലെ? മരങ്ങള്, തണല്, പ്രകൃതി, അതേപോലെ ഇത്രയും നല്ല പച്ചപ്പൊക്കെ തരുന്ന ആരാണ്? ഭൂമിയാണ്. ബട്ട് റീസെന്റ് ഇൻക്രീസിംഗ് ഇൻസിഡൻസ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ ഹാസ് വിറ്റ്നസ്ഡ്. പക്ഷെ നമ്മൾ ഇന്നത്തെ ഒരു കാര്യത്തിലേക്ക് വരാണെങ്കിൽ നമ്മൾ ഡെയിലി ലാൻഡ് പൊല്യൂഷൻസ് ആണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെയിലി നമ്മുടെ ലൈഫില്. കോസസ് ഓഫ് ലാൻഡ് പൊല്യൂഷൻസ് ആണ് പറയുന്നത്. ഓവർ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണമാണ്. ഡിഫോറസ്റ്റേഷൻ, മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതും ലാൻഡ് പൊല്യൂഷൻ ഒരു കാരണമാണ്. ഓവർ പോപ്പുലേഷൻ വരുമ്പോ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കൂടുന്നു, നമ്മുടെ മണ്ണ് അല്ലെങ്കിൽ ലാൻഡ് കൂടുതലായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്യുന്നു, മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നു. എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽസ്, നമ്മുടെ മണ്ണിന് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ യൂസ് ഓഫ് കെമിക്കൽസ് കൂടി വരുത്തും.
അടുത്താണ് കോൺസിക്വൻസ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ. ലാൻഡ് പൊല്യൂഷൻ കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്? ഡിക്രീസ് ഇൻ ഫാം ലാൻഡ്, കൃഷിഭൂമികളുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷിഫ്റ്റിംഗ് ഓഫ് കൾട്ടിവേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൃഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡിക്രീസ് ഇൻ ഫെർട്ടിലിറ്റി, നമ്മുടെ മണ്ണിന്റെ ഫെർട്ടിലിറ്റി, ഫലപുഷ്ടി അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇംബാലൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് അറ്റ്മോസ്ഫിയറിലെ എയറിന്റെ ഒക്കെ കണ്ടന്റുകളിൽ വരുന്ന വ്യത്യാസങ്ങൾ വരുന്ന കാരണം മരങ്ങളില്ലെങ്കിൽ നമ്മുടെ ഓക്സിജന്റെ അളവ് കുറയൂലേ? നമുക്ക് മെയിൻ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജന്റെ. ഈ പറഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട് അവരെന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുകയും ഓക്സിജൻ എന്ത് ചെയ്യുന്ന പുറന്തള്ളുകയുമാണ്. അപ്പൊ ഫോട്ടോസിന്തസിസ് നടന്നാൽ മാത്രം, മരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ബാലൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇല്ലെങ്കിൽ എന്താണ്? നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, ഹെൽത്ത് ഇഷ്യൂസ് വരും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ആണ് സൗണ്ട് പൊല്യൂഷൻ. നിങ്ങള് ഭയങ്കരമായിട്ട് സൗണ്ട് ഒക്കെ വെച്ചിട്ടുള്ള സാധാരണ അമ്പലപ്പറമ്പിലൊക്കെ പോയിട്ടുണ്ടോ? അതിന്റെ സ്പീക്കറിന്റെ അടുത്ത് നിന്നിട്ടുണ്ടോ? ഭയങ്കര ഇറിറ്റേഷൻ ആണ്. കുറച്ചു നേരമൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റും, പിന്നെ നമുക്ക് ഭയങ്കര ഹെഡേക്ക്. ഇവിടെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയിട്ട് എനിക്ക് പോണ വരെയും തലവേദന ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടേക്ക് പോയി കഴിഞ്ഞിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ചെന്ന് കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ ഫുഡ് കഴിച്ച് വന്ന് ആ സമയം മുതൽ എനിക്ക് തലവേദന വെച്ച് തല പൊട്ടണ പോലെ വേദനയാണ്. അവിടുത്തെ സ്പീക്കറിലെ സൗണ്ട് എന്ന് വെച്ചാൽ ചെവിയെ ഇത്രയും എന്താ പറയാം നമ്മുടെ ചെവിയെ ഒട്ടും പറ്റാനില്ല, ഭയങ്കര തലവേദന. ഞാൻ കുറെ നേരം എന്ത് ചെയ്തു നോക്കി, പക്ഷെ മാറുന്നില്ല. അവിടെ ഭയങ്കര പാട്ടൊക്കെ വെച്ചിട്ട് നമ്മള് ഭയങ്കരമായിട്ട് തലയുടെ ഉള്ളിൽ ഇരുന്ന് എന്തോ പോലെ ഭയങ്കര പ്രശ്നം. ഞാൻ വന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, വേഗം കട്ടിലുമ കയറി കിടന്നു. അത്രയും തലവേദന. പിന്നെ എനിക്ക് തോന്നിയത് ദൈവമേ ചിലപ്പോ അത് അവിടുത്തെ സൗണ്ട് പറ്റാത്തതുകൊണ്ടായിരിക്കും. കാരണം പിറ്റേ ദിവസമായിട്ട് എനിക്ക് നോർമലായി. അത് ചിലവർക്കായിരിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, ഭയങ്കരമായിട്ട് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പറ്റാത്ത പോലെ. അതേപോലെ എനിക്ക് പിന്നെ ഒരു ഇറിറ്റേഷൻ ഉള്ളൊരു പ്രശ്നമാണ് ഈ ബ്ലോക്കിലൊക്കെ ആൾക്കാർ കിടക്കൂലേ, വണ്ടി ബ്ലോക്ക് ആയിട്ട് കിടക്കുന്ന സമയത്ത് ഏതെങ്കിലും കുരുപ്പുണ്ടാവും, ഈ ഫോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങള്? ഏതെങ്കിലും ഒരാള് ചിലപ്പോ വല്ല ലോറി ഡ്രൈവേഴ്സോ അങ്ങനെ ആരെങ്കിലൊക്കെ ആയിരിക്കും. ചിലപ്പോ ചില നല്ല കാറൊക്കെ ഇരിക്കും, വലിയ കാറിനൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഇരിക്കും. പിന്നെ ഫോൺ അടിച്ചുകൊണ്ടേയിരിക്കും. അത് കുറച്ചൊരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇറിറ്റേഷൻ ആണ്, ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ ചെവിക്ക് കേൾക്കാവുന്ന ഒരു അളവുണ്ട്, സൗണ്ടിന്റെ ഒരു ഇതുണ്ട്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ വലിയ ഇൻഡസ്ട്രീസ് എന്നൊക്കെ വരുന്ന ഒരു സൗണ്ട്, ഭയങ്കര സൗണ്ട്, അതും നമ്മുടെ എന്താണ് ചെവിക്ക് പ്രശ്നമാണ്. നമ്മൾ ഈ പറയുന്ന സ്പീക്കറിൽ നിന്നൊക്കെ വരുന്ന സൗണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിലെ കേൾക്കാൻ പാടില്ല എന്ന് പറയും. അതുപോലെ തിയേറ്ററിൽ സിനിമ കാണാൻ പോകാൻ പാടില്ല എന്നൊക്കെ പറയില്ലേ മിസ്, ഫസ്റ്റ് 3 months ഒക്കെ. അതേപോലെ കുഞ്ഞു കുട്ടികളെ അമ്പലപ്പറമ്പിൽ സ്പീക്കറിന്റെ ഒക്കെ അടുത്തൊന്നും നമ്മൾ കൊണ്ടുപോവില്ല. എന്റെ വീട്ടിൽ വിടില്ല, സ്പീക്കറിന്റെ സൗണ്ട് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വിടില്ല. ആ സൗണ്ടാണ് നമുക്ക് കേൾക്കാൻ പാടുള്ളൂ അല്ലെ. പക്ഷെ ഈ കൂടുതലാവുമ്പോ നമുക്കൊരു എന്താ പറയാ ഭയങ്കര ഇറിറ്റേഷൻ ആണ്. അത് നല്ലതല്ല. സൗണ്ടിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. ചിലവർക്ക് നമ്മള് സ്പീക്കറിന്റെ ഒക്കെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരുണ്ടാവും. അത് മുമ്പ് ചെയ്തിരുന്നവരൊക്കെ ഇതിൽ നിന്ന് മാറാൻ കാരണം അവർക്ക് കേൾവി കുറവുകൾ അങ്ങനെ ഫേസ് ചെയ്യുന്നോണ്ടാണ്. നമ്മൾ സൗണ്ട് പൊല്യൂഷൻ കാരണം കേൾവി വരെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. നോക്കാം. അൺവാണ്ടഡ് സൗണ്ട് ഈസ് സിംപ്ലി കോൾഡ് നോയിസ്. അൺവാണ്ടഡ് ആയിട്ടുള്ള സൗണ്ടുകൾ നമ്മൾ എന്താ പറയുക, നോയിസ് പൊല്യൂഷൻ. നോയിസ് ആണ്, ഭയങ്കര നോയിസ് പൊല്യൂഷൻ ആണ് അവർ ക്രിയേറ്റ് ചെയ്തെന്ന് പറയും. The intensity of which is usually measured in a unit called decibels.
സൗണ്ടിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്നത് ഡെസിമൽ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. സൗണ്ട് that human hear directly is called threshold of hearing. അപ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടുതലാവുമ്പോ സൗണ്ടുകൾ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ കേൾവിശക്തിനെ ബാധിക്കും. എന്തെല്ലാം എന്തെല്ലാം രീതിയിലാണ് നമുക്ക് ഇതേപോലത്തെ സൗണ്ടുകൾ വരുന്നതെന്നാണ് പറയുന്നത്. വെഹിക്കിളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സ്, ലൗഡ് സ്പീക്കറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സ്, മാസ് മീഡിയാസ്, അഡ്വർടൈസ്മെന്റ് ഒക്കെ പറഞ്ഞു പോകണ അങ്ങനെ വരുന്ന സൗണ്ടുകൾ, ഇൻഡസ്ട്രീസ്, വലിയ ഇൻഡസ്ട്രീസ് ഒക്കെ വീടിനടുത്തുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഭയങ്കര ഒരു സൈറൻ പോലത്തെ സൗണ്ട് ചില സമയത്ത് വരുവാണ്. അതും നല്ലതല്ല. ഡിഫൻസ് എക്യുപ്മെന്റ്സ്, ഈ ഡിഫൻസ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മള് അതെല്ലാം പരീക്ഷണങ്ങളൊക്കെ നടത്തും. ഡിഫൻസിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്തുകയാണെങ്കിൽ അവിടെ നിന്ന് വരുന്ന സൗണ്ടും അത്ര നല്ലതല്ല. ഇതെല്ലാം എന്തൊക്കെ എന്തെല്ലാം കോൺസിക്വൻസ് ആണ് വരുത്തുന്നതെന്നാണ് നോക്കണ്ടേ കേട്ടോ. ഡിയർനെസ്, അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എഫക്ട്സ് ഓൺ പ്രഗ്നന്റ് വുമൻസ്, ഡിയർനെസ് നമ്മൾ വീട്ടിൽ കണ്ടിട്ട് നമ്മള് പ്രഗ്നന്റ് വുമൻസിന് അത് എഫക്റ്റ് ആണ്. നിങ്ങള് അമ്പലത്തിൽ, എന്റെ വീടില്ലേ, എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അവിടെ വെടിക്കെട്ട് നടക്കാറുണ്ട്. വെടിക്കെട്ട് എന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ്. നമ്മള് അമ്പലത്തിന്റെ ഉത്സവമൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അടക്കൊക്കെ പൊട്ടിക്കുന്ന ഒരു പരിപാടി. ആ സമയത്ത് എന്നോട് പറഞ്ഞു, അവിടെ കമ്മിറ്റിന്നുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു, മോള് കുറച്ചു നേരത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കണം, നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ ഹസ്ബൻഡോട് പറഞ്ഞു നമുക്കിത് കാണണ്ട. അവര് തന്നെ പറഞ്ഞു ഈ സൗണ്ട് കുറച്ച് കൂടുതലായിരിക്കും. കാരണം സാധാരണ അമ്പലത്തിന്റെ സൈഡിലാണ് കൊണ്ടിരിക്കണമെങ്കിൽ ഈ പ്രാവശ്യം കൂടുതലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ ആ ഒരു പരിസരത്തേക്ക് വന്നു. അമ്പലത്തിന്റെ അടുത്ത് തന്നെ വീട്. അപ്പൊ ആ പരിസരത്തേക്ക് വന്നപ്പോ അവര് തന്നെ വന്ന് പറഞ്ഞു, ഞങ്ങൾ ഇവിടെയൊക്കെ പടക്കം സെറ്റ് ചെയ്യുന്നുണ്ട്, മോള് കുറച്ചു നേരത്തേക്ക് ഈ പടക്കം പൊട്ടണ ആ സമയത്തൊന്ന് മാറി നിൽക്കണം, നല്ലതായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു. കാരണം നമ്മുടെ കൊച്ചിന്റെ എന്താ പറയാ ഹെൽത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ ഞങ്ങൾ ഇതോടെ മാറിയിരുന്നു. അപ്പൊ ഈ പറഞ്ഞ സൗണ്ട് പൊല്യൂഷൻ പ്രഗ്നന്റ് വുമൻസിൽ ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എഫക്ട്സ് ഓൺ നെർവസ് സിസ്റ്റം, തോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, സൗണ്ട് മാറിയിട്ടുണ്ട് അല്ലെ, കുറച്ച് പ്രശ്നമാണ്. എഫക്ട്സ് ഓൺ നെർവസ് സിസ്റ്റം, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ഇത് ബാധിക്കും. എഫിഷ്യൻസി നമ്മുടെ ഓഫ് ഇൻഡിവിജ്വൽസ്, നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ കേൾവി എഫിഷ്യൻസിനെ ഏത് ബാധിക്കും? ഈ സൗണ്ട് പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഇനി പറയുന്നത് റേഡിയേഷൻ പൊല്യൂഷൻ ആണ് കേട്ടോ. ഒരു മിനിറ്റ്. നോക്കാം കേട്ടോ. ഇനി റേഡിയേഷൻ പൊല്യൂഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. റേഡിയേഷൻ എന്ന് പറയുന്നത് ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. നമ്മുടെ ഹോസ്പിറ്റൽസിലൊക്കെ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്റേ സ്കാൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എന്താ പറയാ റേഡിയേഷൻ ടെക്നോളജി യൂസ് ചെയ്ത് ക്യാൻസർ ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റേഡിയേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താ പറയാ, അല്ലാതെ വേറെ കുറെ പ്രശ്നങ്ങൾ മൂലം റേഡിയേഷൻ പൊല്യൂഷൻ വരുന്നുണ്ട്. നമ്മൾ ഈ ഓസോൺ ഡിപ്ലക്ഷൻ ഉണ്ടല്ലോ, ഓസോൺ ലെയറിൽ ഹോള് വീഴുന്നത് മൂലം സൂര്യനിൽ നിന്നുള്ള റേഡിയേഷൻസ് നേരിട്ട് ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. സ്കിൻ ക്യാൻസർ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ റേഡിയേഷൻ പൊല്യൂഷന് ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ന്യൂക്ലിയർ വാറിനെ കുറിച്ച് അറിഞ്ഞൂടെ നിങ്ങൾക്ക്? വേൾഡ് വാർ 2 രണ്ട് ബോംബുകള് രണ്ട് സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്?
ഹിരോഷിമ, നാഗസാക്കി. നാഗസാക്കി അല്ലെ? അത് രണ്ടും ന്യൂക്ലിയർ വാർ മെറ്റീരിയൽസ് ആണ്. ഈ റേഡിയേഷൻ ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത എന്താണ് ബോംബുകളാണ് അവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്തത്, ഡെപ്പോസിറ്റ് ചെയ്തത്. അവിടെ അങ്ങനെ ചെയ്തത് കൊണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒരുപാട് ആൾക്കാർ ആ സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ മരണം സംഭവിച്ചു പോയിട്ടുണ്ട്. കണക്കില്ല, അത്രയും ആൾക്കാർ മരണം സംഭവിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാർ ഫേസ് ചെയ്തത് ശരിക്കും പറഞ്ഞാല് ദുരന്തം ആയിരുന്നു. ശരിക്കും ദുരന്തമാണ്. അവരുടെ യങ്ങർ ജനറേഷൻ, ഏറ്റവും കുഞ്ഞു കുട്ടികൾ മരിക്കുന്നത് അവർ കൺമുമ്പിൽ കാണേണ്ടി വന്നിട്ടുണ്ട്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പൊല്യൂഷൻ ആണ് இந்த റേഡിയേഷൻ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ റേഡിയേഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന, സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുന്നത് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഈ സ്കാനും എക്സ്റേ ഒക്കെ എടുക്കുന്ന റൂമുകളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ക്യാൻസർ വരുന്ന, സ്കിൻ ക്യാൻസർ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. റേഡിയേഷൻ എന്ന് പറയുന്നത്, റേഡിയേഷൻ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പരിധി അല്ല, ഏറ്റവും പൊല്യൂഷനിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പൊല്യൂഷൻ ആണ് റേഡിയേഷൻ പൊല്യൂഷൻ. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആർ മോസ്റ്റ് ടോക്സിക് ആസ് കമ്പയർ ടു ഓർഗാനിക് പോയിസൺസ്. നമ്മൾ ഓർഗാനിക് പോയിസൺസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് ആണ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. ന്യൂക്ലിയർ വാർ മെറ്റീരിയൽസ്, ടെസ്റ്റ് എക്സ്പ്ലോഷൻസ്. നമ്മൾ എന്തെങ്കിലും ലാബിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്ടറിയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ എക്സ്പ്ലോഷൻ നടക്കൂലേ, പൊട്ടിത്തെറി നടക്കൂലേ, അങ്ങനെ റേഡിയേഷൻ പൊല്യൂഷൻ വരാറുണ്ട്. വർക്കിംഗ് ഓഫ് പവർ പ്ലാന്റ്സിൽ യൂസ് ചെയ്യുമ്പോൾ പ്രശ്നം വരാറുണ്ട്. ദി യൂസ് ഓഫ് റേഡിയോ ഐസോടോപ്സ് ഇൻ മെഡിസിൻസ്. റേഡിയോ ഐസോടോപ്സ് എന്ന് പറയുന്ന മെറ്റീരിയൽസ് നമ്മുടെ മെഡിസിൻസിൽ യൂസ് ചെയ്യുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഡസ്ട്രീസിൽ ഇതേപോലെ റേഡിയേഷൻ പൊല്യൂഷൻ വരുന്നുണ്ട്. റിസർച്ച് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷന് എന്താ പറയാ, എന്താണ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷന് കാരണമാകുന്നത്. ദാറ്റ് കുഡ് ത്രെറ്റൻ ആൻഡ് ഡിമെൻ ദ ക്വാളിറ്റി ഓഫ് ദ എൻവയോൺമെന്റ്. ഇത് നമ്മുടെ എൻവയോൺമെന്റിന് ത്രെറ്റൻ ആണ്, ഭീഷണിയാണ്. നമ്മുടെ എൻവയോൺമെന്റിന്റെ ക്വാളിറ്റീനെ അത് ബാധിക്കുന്നുണ്ട്. രണ്ട് രീതിയിലുള്ള റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ട്. നാച്ചുറൽ പ്രോസസ്സ്, അതേപോലെ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഈ ന്യൂക്ലിയർ വാർ ഒക്കെ ആരുടെയാണ്? നാച്ചുറൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലമാണ് റേഡിയേഷൻ സംഭവിക്കുന്നത്, റേഡിയേറ്റീവ് പൊല്യൂഷൻ സംഭവിക്കുന്നത്. സണ്ണിൽ നിന്നൊക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ സണ്ണിൽ നിന്ന് റേഡിയേഷൻ കറക്റ്റ് എന്ത് ചെയ്യുന്നത്, റേഡിയോ ആക്റ്റീവ് റേസ് ഒക്കെ ഭൂമിയിലേക്ക് പതിക്കുന്നത് നാച്ചുറൽ പ്രോസസ് ആണ്, സംഭവിക്കുന്നതാണ്. ഈ കോൺസിക്വൻസ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷന്റെ കോൺസിക്വൻസ് ആക്റ്റീവ് എഫക്റ്റ് ഉണ്ട്. ആ സംഭവിക്കുന്ന സമയത്ത് തന്നെ എഫക്റ്റ് വരുന്ന റേഡിയേഷൻ പൊല്യൂഷൻസ് ഉണ്ട്. ലേറ്റ് എഫക്ട്സ് ഉണ്ട്. നമ്മൾ ഈ ന്യൂക്ലിയർ വാർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ അവിടെ ഇതിന്റെ ലേറ്റ് എഫക്ട്സ് മൂലം ഒരുപാട് ആൾക്കാർക്ക് ക്രോണിക് ആയിട്ട് മാറാ രോഗങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ക്യാൻസർ, അതേപോലെ ഒരുപാട് അസുഖങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള റേഡിയേഷൻ പൊല്യൂഷന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് പൊല്യൂഷനിൽ വരുന്നത്. എല്ലാവരും എയർ പൊല്യൂഷൻ മുതൽ എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ ഓർ സൗണ്ട് പൊല്യൂഷൻ ആൻഡ് റേഡിയേഷൻ പൊല്യൂഷൻ പഠിക്കാട്ടോ. ഈ സൗണ്ട് പൊല്യൂഷൻ തന്നെയാണ് എന്ത് പറയുന്നത്, നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ബൈ ചാൻസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ചോദിക്കാം, നിങ്ങൾ നോക്കാട്ടോ. ഇന്ന് വായിച്ചു നോക്കിയ എല്ലാവരും. Air pollution may be defined as happening in air, any foreign material, gas, which is risky to man, vegetation, animals, or humans. Thus, the contaminations of air with dust, smoke, and harmful gases may be considered as
വായിച്ചു കഴിഞ്ഞിട്ടൊന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. ബാക്കിയുള്ളവരും മിസ്സേ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിച്ചോട്ടോ. ആ ഡിയർനെസ് പറഞ്ഞാൽ എന്താ? അതായത് സൗണ്ട് പൊല്യൂഷന്റെ കോൺസിക്വൻസിൽ വരുന്ന ഫസ്റ്റത്തെ ഡിയർനെസ് എന്ന് പറയുന്നത് വെട്ടിക്കളഞ്ഞു. കാരണം അത് അങ്ങനെ ഇല്ല. ഡിയർനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പൊ മീനിങ് അത് വെട്ടിക്കളയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടില്ലേടാ? ഇല്ല, ഞാൻ കേട്ടില്ല ആ സമയത്ത്. ഓക്കെ, അത് എന്താ പ്രിയപ്പെട്ട, പ്രിയം എന്നുള്ള മീനിങ് പറഞ്ഞ കാര്യമില്ല അവിടെ. പറഞ്ഞ കാര്യമില്ല. അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കുള്ളൂ. അത് എടുത്ത് കളഞ്ഞേക്ക്, വെട്ടിക്കളഞ്ഞേക്ക് കേട്ടോ. ഓക്കെ, ഓക്കെ, എല്ലാവരും വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത പോർഷനിലേക്ക് വരാം. ഇനി പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സുകൾ ഉണ്ട്. ഓരോ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബോർഡുകൾ ഉണ്ട്, കുറച്ച് ആക്ടുകൾ ഉണ്ട്. ഈ ആക്ടുകളുടെ പേരും അതിന്റെ വർഷവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ ഇയർ ആൻഡ് ദ ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് പഠിക്കാം. ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974. ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട് ഏതാണ്? 1974 ആണ്. The Air Prevention and Control Pollution Act 1981 ആണ്. The Environment Protection Act 1986 ആണ്. The Motor Vehicle Act 1988. ഇത്രയും ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഏതൊക്കെ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാനാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റുമാണ്. ഓക്കെ, ഇനി നമ്മൾ മേജർ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ആണ് ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. മേജർ എൻവയോൺമെന്റ് പ്രോബ്ലംസ്, നമ്മുടെ എൻവയോൺമെന്റ് ഫേസ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള എന്താണ്? എന്തെങ്കിലും പറഞ്ഞായിരുന്നു? മാം, ഞാൻ നേരത്തെ ടീച്ചർ ഇപ്പം ഒരു കാര്യം പറഞ്ഞില്ലേ, ഞാനത് കേട്ടില്ല. ഇമ്പോർട്ടന്റ് ആണ് പറഞ്ഞല്ലോ, ഞാനത് നെറ്റ് ഇഷ്യൂ കാരണം എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ആക്ടും അതിന്റെ വർഷവും. അതെ അതെ, അതിനെ പറ്റി ജസ്റ്റ് ഇന്ന ആക്ടുകളാണ്, ഇന്ന വർഷങ്ങളാണ്, അത് നോക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്, വാട്ടർ പൊല്യൂഷൻ അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള ആക്ട് ആണ്. 1974 അത് പാസ് ചെയ്തത്. എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981 ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഈ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. നമ്മൾ ഈ മോട്ടോർ വെഹിക്കിൾസിനൊക്കെ വരുന്ന എന്താണ് എയർ പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ഉണ്ട്. അപ്പൊ ഈ ആക്ടിന്റെ പേരും വർഷവും ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ മാം, ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്ക്. ശരി മാം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഓസോൺ ലെയറിൽ എന്തുണ്ട്? വിള്ളലുകൾ. ഓക്കെ, ഓസോൺ ലെയറിൽ വിള്ളലുള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറ്റും? നേരെ ഈ പറഞ്ഞിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് നമ്മുടെ എവിടേക്ക് എർത്തിലേക്ക് പതിക്കും. അങ്ങനെ പതിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, സ്കിൻ ക്യാൻസർ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ, അതേപോലെ നമ്മുടെ ക്ലൈമറ്റിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ ഓസോൺ ഡിപ്ലക്ഷൻ കാരണം എന്താ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ
വേറൊരു പ്രശ്നമാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ കൂടുതലായിട്ടുള്ള യൂസസ്. എന്തെല്ലാമാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്? നോക്ക്, അറിയോ? കേട്ടിട്ടുണ്ടോ ഗ്രീൻ ഹൗസ് ഗ്യാസസ്? ഹരിതഗൃഹവാതകങ്ങൾ എന്ന് കേട്ടു. അതെ, ഹരിതഗ്രഹവാതകങ്ങളില് ഏതൊക്കെ ആസിഡുകളില്ലേ? മീഥേൻ ഉണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തു വരുന്ന ക്ലോറോ ആസിഡ് അങ്ങനെ എന്തൊരു പേരില്ലേ? ക്ലോറോ ഫ്ലൂറോ കാർബൺ. കാർബൺ. ഓക്കെ, നോക്കാം ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ് പറയുന്നത്. കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, ഓസോൺ, നൈട്രിക് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ. ഇതെല്ലാം എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഒന്ന് എഴുതുന്നത് നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾ ഒന്ന് എഴുതോ? ഞാൻ ടൈപ്പ് ചെയ്യാം. ഒന്ന് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അടുത്തായിട്ട് ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, ഓസോൺ, നൈട്രിക് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ. ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. ഇത്രയുമാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൊണ്ട് എന്താ പ്രശ്നം? ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടും. അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും? നമുക്ക് ഇപ്പൊ വരുന്ന ക്ലൈമാറ്റിക് ചേഞ്ചസ് ഈ അറ്റ്മോസ്ഫിയറിക് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എഫക്റ്റ് കൊണ്ടാണ്. ഈ കഴിഞ്ഞ ഡിസംബറിൽ നല്ല മഴ കിട്ടിയ കുറെ പ്രദേശങ്ങളുണ്ട്. എവിടെയാണ്? കേരളത്തില് കൂടുതലായിട്ട് മഴ കിട്ടിയ പ്രദേശങ്ങൾ നമ്മുടെ തിരുവനന്തപുരമൊക്കെ. അവിടെയൊക്കെ എന്തായിരുന്നു? നല്ല മഴയായിരുന്നു. മഞ്ഞ് സീസണിൽ നല്ല മഴ. അതെന്തുകൊണ്ടാണ്? ക്ലൈമാറ്റിക് ചേഞ്ചസ് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടത്. അപ്പോ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഗ്ലോബൽ വാർമിംഗ്? നമ്മുടെ എർത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് യൂസ് ചെയ്യുന്നത് മൂലം നമ്മുടെ എർത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ കാണുന്ന ഒരു എർത്ത് ഉണ്ടോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഗ്ലോബൽ വാർമിംഗ് കാരണം ടെമ്പറേച്ചർ കൂടിക്കോട്ടെ, എന്താ പ്രശ്നം? അപ്പൊ എന്താ സംഭവിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്നത് അവിടുത്തെ നമ്മുടെ പോളാർ ഐസ് ഇല്ലേ, പോളാർ ഏരിയയില് ഉള്ള ഐസുകൾ എന്ത് ചെയ്യും? ഉരുകും. ഐസ് ഉരുകിയാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കടലില വെള്ളത്തിന്റെ അളവ് കൂടും. കടലില് വെള്ളം കൂടും. കടലിലെ വെള്ളം കൂടിക്കഴിഞ്ഞാല് കടൽ എന്ത് ചെയ്യും? കരയിലേക്ക് കയറും. അപ്പോ 2050 ആവുമ്പോഴേക്കും നമ്മളുടെ ഇന്ത്യയിലെ ഒരുപാട് കടൽ തീരങ്ങൾ ഉണ്ടാവില്ല എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഒരുപാട് കടൽ തീരങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? കടൽ തീരങ്ങൾ എന്ന് പറയുന്നത് ആ ബീച്ചുകൾ അങ്ങനത്തെ പ്രദേശങ്ങള് കുറയും എന്നാണ് പറയുന്നത്. അത് ഈ ചൂട് കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പോളാർ ഐസുകൾ ഉരുകി അങ്ങനത്തെ പ്രശ്നങ്ങളാണ് മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് ഗ്ലോബൽ വാർമിങ്ങിന്റെ കാര്യം. പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പോളാർ ഐസുകൾ ഉരുകി എമൗണ്ട് ഓഫ് വാട്ടർ എന്ത് ചെയ്യണ ഇതിലേക്ക് വരാണ്, നമ്മുടെ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക, കൂടെയാണ്.
അപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ അതുവഴി സംഭവിക്കുന്നുണ്ട്. കുറെ സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. ജസ്റ്റ് നോക്കി നമ്മുടെ എർത്തിന്റെ ഒരു അവസ്ഥ ജസ്റ്റ് ഒരു ഐസ്ക്രീം പോലെ അവർ കാണിച്ചിരിക്കാണ്ടോ. ഓക്കെ, ഗ്ലോബൽ വാർമിംഗ് നിർത്താൻ പറഞ്ഞിരിക്കുകയാണ്. എസ്റ്ററിന്റെ എങ്ങനെയായിരുന്നു അർത്ഥം? റൗണ്ട് ഷേപ്പ് ആണ്. ടുഡേ എങ്ങനെയാണ്? ഉരുകി തുടങ്ങിയിട്ടുണ്ട് ഈ പോളാർ ഐസ് ഉരുകി മെൽറ്റ് ആയി പോയിട്ടാണ് കാണിക്കുന്നത് ടുമാറോന്റെ അവസ്ഥ. ഇങ്ങനെ വരുമ്പോ നമ്മുടെ അറ്റ്മോസ്ഫിയർ ക്ലൈമറ്റിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇനി ഡീഫോറസ്റ്റേഷൻ, നമ്മള് ഈ മരങ്ങളൊക്കെ കൂടുതലായിട്ട് വെട്ടി നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ ക്ലൈമാറ്റിക് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്താണ് ഡീഫോറസ്റ്റേഷൻ? നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്താണ് ഡീഫോറസ്റ്റേഷൻ? നമ്മളൊന്ന് മിനിറ്റ്, ഇത് ആമസോൺ റെയിൻ ഫോറസ്റ്റിന്റെ അവസ്ഥയാണ് കാണിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആയിരുന്നു. അപ്പോ ഇത്രയും ഭാഗത്തെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. ഫോറസ്റ്റിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരുടെ ഇടപെടൽ മൂലം കാരണം തന്നെ. മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി, ഒരു മലയാണ്, മലയുടെ ഒരു സൈഡ് ഒട്ടുമില്ല. അവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുമ്പോ എന്താണ്, ഇപ്പൊ മഴയൊക്കെ പെയ്യുമ്പോ അല്ലെങ്കിൽ ഭൂമി കുലുക്കൊക്കെ സംഭവിക്കുമ്പോ അല്ലെ ഉരുൾ പൊട്ടുമ്പോഴൊക്കെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് ആരില്ല, മരങ്ങളില്ല. സോ എന്താ സംഭവിക്കണെന്ന് വെച്ചാൽ ആ മല മൊത്തമായിട്ട് ഇടിഞ്ഞ് താഴത്തേക്ക് വരികയാണ്. വേറെ ഒന്നുമില്ല, അവിടെ തടഞ്ഞു നിർത്താനായിട്ട് ആരുമില്ല, മരങ്ങളില്ല. ഇതാണ് ഡീഫോറസ്റ്റേഷന്റെ അവസ്ഥ. മരങ്ങൾ ഓരോന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് നല്ല കാര്യത്തിനാണെന്ന് പറഞ്ഞാലും ഇതേപോലെ മരങ്ങൾ നശിപ്പിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്സിജൻ, നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഓക്സിജന്റെ അളവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര മനോഹരമായിരുന്നു അല്ലെങ്കിൽ മനുഷ്യരൊന്നും ഇടപെടാത്ത അല്ലെങ്കിൽ മനുഷ്യരുടെ കടന്നുകയറ്റം എത്താത്ത ഭൂമി എന്ന് പറയണത്, അല്ലെ കാടും മലയും ഒക്കെ നല്ല ഭംഗിയല്ലേ, നല്ല പ്രകൃതിയല്ലേ. നമ്മളൊക്കെ എന്താ പറയാ, ഒരു വെക്കേഷൻ പോലെ പോണത് എന്താണ്, ഈ മലകളൊക്കെ കാണാനല്ലേ. ഒരു തൃപ്തിയാണ് നമുക്ക് ഈ മലയൊക്കെ കാണുമ്പോ. പക്ഷെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡിഫോറസ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സോയിൽ ഇറക്ഷൻ, നമ്മുടെ സോയിൽ ഇറക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ചൈനയിൽ ഇപ്പൊ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡെസേർട്ടിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുന്നു. ചൈനയിൽ ഒരു ഡെസേർട്ട് ഉണ്ട്, ആ ഡെസേർട്ടിന്റെ വലിപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് കമ്പയർ ചെയ്യുമ്പോ എന്താണ്, അതിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡെസേർട്ട് കൂടുതലാവുകയാണ് എന്നുവെച്ചാല് മരുഭൂമി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പറയുമ്പോ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ അവിടുത്തെ ഗവൺമെന്റ് കുറെ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, ഈ ഡെസേർട്ട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ വർഷവും ഒരുപാട് മരങ്ങളൊക്കെ നടുന്നുണ്ട്. കുറച്ചൊക്കെ സക്സസ് ആകുന്നുണ്ട്, കുറച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സക്സസ് ആവാതെ ഇരിക്കുന്നുണ്ട്. അതേപോലെ മണ്ണൊലിപ്പൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ, ലാൻഡ്, സൗണ്ട്. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ലാൻഡ്, വാട്ടർ, എയർ, സൗണ്ടിന്റെ ഒക്കെ പൊല്യൂഷൻ. നമ്മൾ പറയാത്തൊരു പൊല്യൂഷൻ ഉണ്ടല്ലേ, ലാൻഡിന്റെ പറഞ്ഞു, എയറിന്റെ പറഞ്ഞു, സൗണ്ടിന്റെ പറഞ്ഞു. നമ്മൾ പറയാത്തൊരു പൊല്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും വാട്ടർ പൊല്യൂഷനെ കുറിച്ചൊരു എന്താ പറയാ, വാട്ടർ പൊല്യൂഷൻ എന്താണ്, വാട്ടർ പൊല്യൂഷന്റെ കോൺസിക്വൻസ് എന്താണ്, വാട്ടർ പൊല്യൂഷൻ കാരണം നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നത്, അതിന്റെ കാരണക്കാർ ആരൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് എഴുതിക്കൊണ്ട് വരണം. കേട്ടല്ലോ? ഓക്കെ. ആസിഡ് പ്രസിപ്പിറ്റേഷൻ ആൻഡ് റെയിൻസ്. നമ്മൾ ആസിഡ് മഴകൾ കേട്ടിട്ടുണ്ടാവും. കൂടുതലായിട്ട് ചൈനയിലൊക്കെ കേട്ടിട്ടുള്ള കാര്യമാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അത് അവിടുത്തെ ആൾക്കാർ കൂടുതലായിട്ട് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് എയറിലേക്ക് എന്ത് ചെയ്യാണ്, പോവാണ്, അറ്റ്മോസ്ഫിയറിലേക്ക് പോവാണ്. പിന്നെ മഴ പെയ്യുമ്പോൾ അത് ആസിഡ് റെയിൻ ആയിട്ട് മാറുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ ടോക്സിക് വേസ്റ്റ് ഡിസ്പോസൽ. ടോക്സിക് ആയിട്ടുള്ള വിഷാംശമുള്ള വേസ്റ്റുകൾ നമ്മുടെ പ്രകൃതിയിലേക്ക് ഡിസ്പോസ് ചെയ്യുന്നത് എന്താണ്, ഒരു എൻവയോൺമെന്റൽ ത്രെറ്റ് ആണ്, മേജർ എൻവയോൺമെന്റൽ ത്രെറ്റ്സ് ആണ്.
റിസോഴ്സ് ഡിഫ്ലക്ഷൻ, നമ്മുടെ റിസോഴ്സിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ അളവ് കുറയാണ്, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ജനറ്റിക് വേരിയബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓഷ്യൻസ് ബെഡ് റിസോഴ്സ്, നമ്മുടെ കടലിന്റെ അടിത്തട്ടിലുള്ള റിസോഴ്സ്, ക്രൂഡ് ഓയിൽ, അതിന്റെയൊക്കെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്നതോറും അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോൺ റിന്യൂവബിൾ റിസോഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു എനർജി ക്രൈസിസിലേക്കാണ്. എനർജി ക്രൈസിസ്, ന്യൂക്ലിയർ എനർജി, റേഡിയേഷൻ, സിന്തറ്റിക് ഫ്യൂവൽസിന്റെ ഒക്കെ ക്രൈസിസ് നമ്മൾ ഫേസ് ചെയ്യും. ബയോളജിക്കൽ വെപ്പൺ റിസർച്ചുകൾ, ഇതെല്ലാം എൻവയോൺമെന്റൽ ത്രെറ്റ്സ് ആണ്. ന്യൂക്ലിയർ ആം റേസ്, കോൺസിക്വൻസ് കോൺകറിംഗ് ഓഫ് ഔട്ടർ സ്പേസ്, നമ്മുടെ ഔട്ടർ സ്പേസ് കോൺകർ ചെയ്യണതൊക്കെ എന്താണ്, ഈ എൻവയോൺമെന്റൽ ത്രെറ്റ്സിന് കാരണക്കാരാണ്. ഓക്കെ, നമ്മുടെ എൻവയോൺമെന്റ് ദോഷകരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ 10 പോയിന്റ്സ് പഠിച്ചത്. ഒന്നെല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ, ആ ആക്റ്റും എൻവയോൺമെന്റൽ ത്രെറ്റ്സും ഒന്ന് വായിച്ചു നോക്കിയേ. ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. മിസ്സേ, ഹലോ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മിസ്സേ, എന്റെ കണ്ണില് ഒരു ഈച്ച കുത്തിയിട്ട് ഇൻഫെക്ഷനായി, അങ്ങനെ കെട്ടി വെച്ചേക്കുമായിരുന്നു. ഇപ്പം അഴിച്ച് ഒരു ഇതായിട്ടിരിക്കാം മിസ്സേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആക്ടിവിറ്റി മൺഡേയിലേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞില്ലേ. പിന്നെ എന്റെ റെക്കോർഡ് കംപ്ലീറ്റഡ് ആണ് മിസ്സേ. ഞാൻ എന്റെ വീട്ടിലോട്ട് പോന്നായിരുന്നേ. റെക്കോർഡ് കംപ്ലീറ്റഡ് ആണല്ലോ. മൺഡേ എനിക്ക് കാണിക്കാൻ പറ്റുമോ അറിയില്ല. അതാന്ന് പറഞ്ഞു. റെക്കോർഡ് കംപ്ലീറ്റഡ് ആണ് എന്റെ. അതെ മൺഡേയില. എന്റെ നേരത്തെ കംപ്ലീറ്റ് ആയതാ. എന്താ മിസ്സേ? അതായത് ഈ ഈച്ചയുടെ ആ കൊമ്പ് എന്തോ ഇരുന്നിട്ടേ അത് ഇൻഫെക്ഷനായി. അതിപ്പം ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് വന്നിപ്പോ രണ്ടാമത് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി ഞാൻ വന്നോണ്ടിരിക്കുക. അതിനിടയ്ക്ക് ക്ലാസ് കേൾക്കുന്നു. അപ്പൊ റെക്കോർഡ് കംപ്ലീറ്റഡ് ആണ്. അത് ഞാൻ മിസ്സിനോടൊന്ന് പറഞ്ഞെന്നുള്ളൂ. എനിക്ക് മൺഡേ കയറാൻ പറ്റുമോന്ന് അറിയില്ല. അതുകൊണ്ട് അതൊന്ന് ചെയ്താൽ മതി. നിങ്ങള് വാട്ടർ പൊല്യൂഷനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോ ഇന്ന് സൈൻ ഔട്ട് ആരാ പറയുന്നേ?
ഞാനാ മിസ്. നോട്ടാടാ. നെവർ സ്റ്റോപ്പ് ലേണിംഗ് ബിക്കോസ് ലൈഫ് നെവർ സ്റ്റോപ്പ് ടീച്ചിങ്. ഒരിക്കലും പഠനം നിർത്തരുത്, കാരണം ജീവിതം ഒരിക്കലും പഠനത്തെ നിർത്തില്ല. സൈൻ ഔട്ട് ബൈ അൻസിഫ. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.